ഇന്ത്യയിൽ നിലവിൽ ഇന്ന് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. നരേന്ദ്രമോദി അതിന്റെ തലപ്പത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഈ വളർച്ച പാരമ്യത്തിലെത്തിയത്. പക്ഷേ അപ്പോഴും ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങൾ BJPക്ക് ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ 4 സൗത്ത് ഇന്ത്യയിലാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതാണ് ആ 4 സംസ്ഥാനങ്ങൾ. പിന്നെ വെസ്റ്റ് ബംഗാളും പഞ്ചാബും കൂടെ ചേർത്ത് മൊത്തം 6 സംസ്ഥാനങ്ങൾ. ഇതിൽ കേരളത്തിൽ പകുതിയോളം ന്യൂനപക്ഷങ്ങളാണ്. അതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ പോലും BJPക്ക് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ BJP കേരളത്തിൽ അധികാരത്തിൽ ഈ അടുത്ത കാലത്ത് എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. തമിഴ്നാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. ആ ദ്രാവിഡ രാഷ്ട്രീയത്തിനിടയിൽ ഹിന്ദുത്വവാദവുമായിട്ട് BJPക്ക് വളരുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും അടുത്ത കാലത്ത് BJP അധികാരത്തിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി തെലങ്കാന നോക്കുകയാണെങ്കിൽ അവിടെ BJP അധികാരത്തിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഇപ്പോൾ തന്നെ കോൺഗ്രസിനൊപ്പം സീറ്റുകൾ ലോക്സഭാ ഇലക്ഷനിൽ BJP പിടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ആന്ധ്രയിലും അവർക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാം. ഇനി എത്രയും പെട്ടെന്ന് BJP അധികാരത്തിലെത്താൻ പോകുന്ന സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ ആയിരിക്കും. കാര്യം വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ തന്നെ അവരാണ് പ്രധാന പ്രതിപക്ഷം. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഭാവിയിൽ എന്തായാലും അവിടെ ഒരു പരാജയം സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഓൾട്ടർനേറ്റീവ് BJP ആയിരിക്കും. BJP അവിടെ അധികാരത്തിലെത്തും. പഞ്ചാബിലും BJP അധികാരത്തിലെത്താൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാര്യം അവിടെ ഖാലിസ്ഥാൻ തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ഹിന്ദുത്വവാദിയായ BJP ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഒരു സ്ഥാനം നേടിയെടുക്കുക BJPക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ 6 സംസ്ഥാനങ്ങളിൽ BJP ഇമ്മീഡിയറ്റ് ആയിട്ട് അധികാരത്തിലെത്താൻ സാധ്യതയുള്ളത് വെസ്റ്റ് ബംഗാളിലും തെലങ്കാനയിലുമാണ്. അധികാരത്തിലെത്താൻ യാതൊരു സാധ്യതയില്ലാത്ത കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്.